ഒരു യുദ്ധം അവസാനിക്കുന്നത് വെടിയൊച്ച നിശബ്ദമാകുമ്പോഴല്ല, പ്രതികാരത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കുമ്പോഴാണ്. പക്ഷെ പശ്ചിമേഷ്യയിൽ ഇന്ന് സംഭവിച്ചത് മറ്റൊന്നാണ്. വെടിനിർത്തൽ കരാറിന്റെ മഷി ഉണങ്ങും മുൻപേ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. അതിന് മണിക്കൂറുകൾക്കകം അമേരിക്കയുടെ വ്യോമാക്രമണം, പിന്നാലെ ഇറാന്റെ തിരിച്ചടി. ലോക എണ്ണ വ്യാപാരത്തിന്റെ ഹൃദയഭാഗം വീണ്ടും യുദ്ധത്തിന്റെ പുകയാൽ മൂടപ്പെടുകയാണ്. ഒരു ചോദ്യം മാത്രം ലോകം ചോദിക്കുന്നു: ഇത് മറ്റൊരു വലിയ യുദ്ധത്തിന്റെ ആദ്യ അധ്യായമാണ്. ഹോർമൂസ് കടലിടുക്കിൽ ചരക്കുകപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കമുണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വാണിജ്യ ചരക്കു കപ്പലിനു നേരെ ഇറാന്റെ വൺവേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. എന്നാൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് സംഭവം കാരണമായി. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സംവിധാനങ്ങളിലും വെള്ളിയാഴ്ച US സൈന്യം ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണത്തോട് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൈനിക നടപടി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാന്റെ നീക്കത്തിന് അമേരിക്ക മറുപടി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അത് കാണാൻ പോവുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. ഇപ്പോൾ നടന്ന സംഭവത്തെ ഒറ്റപ്പെട്ട ഒരു സൈനിക നടപടിയായി മാത്രം കാണാനായില്ല. കഴിഞ്ഞ മാസങ്ങളായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആണവശേഷിയും മിസൈൽ ശൃംഖലയും പ്രാദേശിക സ്വാധീനവും തകർക്കാൻ ശ്രമിച്ചു വരികയാണ്. ശക്തമായ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും ആ ധാരണ പരസ്പര വിശ്വാസത്തിലല്ല, പരസ്പര ഭയത്തിലായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രകോപനവും വീണ്ടും തീപിടിക്കാൻ മതിയായിരുന്നു. ഈ യുദ്ധത്തിന്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്നുകൂടി ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്നാമത്, അമേരിക്കയ്ക്ക് ഹോർമൂസിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് സാമ്പത്തികവും സൈനികവുമായി നിർണായകമാണ്. ലോക വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കാനും ഗൾഫ് സഖ്യരാജ്യങ്ങളുടെ വിശ്വാസം നിലനിർത്താനും വാഷിംഗ്ടൺ നിർബന്ധിതമാണ്. ഇനി രണ്ടാമത്, ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയും അതിന്റെ സൈനിക ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ദീർഘകാല ലക്ഷ്യമാണ്. മൂന്നാമത്തേത്, ഇറാനാകട്ടെ ഹോർമൂസ് കടലിടുക്കിൽ തനിക്ക് നിർണായക സ്വാധീനമുണ്ടെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നേരിട്ടുള്ള യുദ്ധത്തിൽ മാത്രമല്ല, ആഗോള വ്യാപാര പാതകളിലും തങ്ങൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിക്കുകയാണ് ടെഹ്റാന്റെ ലക്ഷ്യം. ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സാധ്യതകൾ 3. ഒന്നാമത്തേത്, അമേരിക്ക പരിമിതമായ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നുള്ളതാണ്. ഇറാനും അതിന് ആനുപാതിക തിരിച്ചടികൾ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെ യുദ്ധം നിയന്ത്രിത സംഘർഷമായി നീളാനുള്ള സാധ്യതയാണ് ഏറ്റവും ആദ്യത്തേത്. രണ്ടാമത്തേത്, ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രാദേശിക സായുധ സംഘടനകൾ സജീവമായാൽ സംഘർഷം യമൻ, ഇറാഖ്, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കും. അപ്പോൾ ഇത് അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ മാത്രമാകില്ല, പശ്ചിമേഷ്യ മുഴുവൻ അസ്ഥിരമാകും. ഇനി മൂന്നാമത്തെ സാധ്യതയാണ് പരിശോധിക്കാനുള്ളത്. നയതന്ത്ര ഇടപെടലിലൂടെ വീണ്ടും വെടിനിർത്തൽ ശ്രമം ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോൾ പരസ്പര വിശ്വാസം തകർന്ന സാഹചര്യത്തിൽ അതത്ര എളുപ്പമല്ല. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുക സാധാരണ ജനങ്ങളായിരിക്കും. എണ്ണവില ഉയരാം, കടൽ ഗതാഗത ഇൻഷുറൻസ് ചെലവ് വർദ്ധിക്കാം, ആഗോള വിതരണ ശൃംഖല വീണ്ടും സമ്മർദ്ദത്തിലാകാം. അതിന്റെ പ്രതിഫലനം ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലും അനുഭവപ്പെടും. അവസാനമായി ഒരൊറ്റ കാര്യം വ്യക്തമാണ്: ഇന്ന് കേട്ടത് ചില മിസൈലുകളുടെ ശബ്ദം മാത്രമല്ല, അത് തകർന്ന വിശ്വാസത്തിന്റെ കൂടി ശബ്ദമാണ്. പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും പൊട്ടിത്തെറിച്ചത് വെറും ഡ്രോണുകളല്ല, സമാധാന ശ്രമങ്ങളുടെ അവസാന പ്രതീക്ഷയാണ്. ഇനി ഓരോ മണിക്കൂറും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും.